കർത്താവേ, എനിക്ക് നാളെ പരീക്ഷയാ. ഒന്നും ഓർക്കുന്നില്ല, പഠിച്ചതെല്ലാം മറന്നുപോയി. ഞാൻ എങ്ങനെ പരീക്ഷ എഴുതുവോ നാളെ? കർത്താവേ, നിൻ വാതിൽ മുട്ടുന്നു, നീയല്ലോ നൽകുന്നെല്ലാം എല്ലാവർക്കും. ചോദിച്ചാൽ കിട്ടും, തേടുമ്പോൾ കാണും, മുട്ടുമ്പോൾ വാതിൽ ബന്ധം നീങ്ങുന്നു. പാട്ട് ഏതാണ്ടൊക്കെ ഒരുമാതിരിയൊക്കെ അറിയാം. ഈ വീട്ടിലാർക്കും ഒരു വിചാരമില്ല നാളെ എനിക്ക് പരീക്ഷയാന്ന്. ഇവിടെ ഒരു മോനുണ്ടായിരുന്നു, എവിടെ പോയി കിടക്കുന്നു? എടാ ജോർജ് കുട്ടിയെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എൻ്റെ പൊന്നമ്മേ, എന്നാ ഈ കിടന്ന് വിളിക്കുന്നത്? അമ്മയുടെ അമ്മായിയമ്മ, അതായത് എൻ്റെ വല്യമ്മച്ചി ആശുപത്രിയിൽ കിടക്കുമല്ലേ. ഇതേ ഇന്ന് രാത്രി സാധനം എല്ലാം എടുത്തോണ്ട് പോകേണ്ടതാ. ഇതെന്താ ഈ പുസ്തകം വെച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് നാളെ പരീക്ഷയല്ലയോ? ഓ, വാർഷിക പരീക്ഷയാണല്ലേ, നാളെയാണതല്ലേ. അമ്മേ, അടുത്ത വർഷം എഴുതാം. അടുത്ത വർഷം ഒന്ന് എഴുതിയാ പോരാ, എനിക്ക് ഈ വർഷം തന്നെ പരീക്ഷ എഴുതണം. നീ ഇതാണ്ട് ഈ ചോദ്യമൊക്കെ എന്നോടൊന്ന് ചോദിച്ചേ. ഷടാ, സ്വന്തം അമ്മായിയമ്മ ആശുപത്രി കിടക്കുമ്പം തന്നെ പരീക്ഷ എഴുതണോ? എനിക്ക് ഈ വർഷം തന്നെ എഴുതണം. എന്താണ്ട് നീ എന്നോട് ഈ ചോദ്യമൊക്കെ ഒന്ന് ചോദിച്ചേ. ഇതെല്ലാം ഒന്ന് കൊടുത്തിട്ട് വരട്ടെ. എടി മോളിക്കുട്ടിയെ, ഈ സാധനമൊക്കെ ഒന്ന് വെച്ചേ അങ്ങോട്ട്. വാക്യം ചോദിക്കട്ടെ? ചോദിര്. ഓക്കെ. 1 പത്രോസ് 4:16. 1 പത്രോസ് 4:16. ഒരു ക്ലൂ പറയടാ ജോർജ് കുട്ടി. ഓ, ക്ലൂ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, പിന്നെയോ സന്തോഷിക്കുക എത്രേ വേണ്ടിയത്. ഉത്തരം തെറ്റാ. ഇങ്ങനെ പറഞ്ഞാൽ അമ്മച്ചി ലജ്ജിക്കേണ്ടി വരും. എന്നാ പിന്നെ നീ ആ ഒറ്റ വാക്യമൊക്കെ ഒന്ന് ചോദിച്ചു. ഓ, ഒറ്റ വാക്യം ചോദിക്കാം. മാമോദീസ ക്രമം ഉണ്ടാക്കിയത് ആരെ? അതെനിക്കറിയാം, ഇന്നലെ ഞാൻ പഠിച്ചതാ. കുറിയാക്കോസ്. ഓ, അത് അമ്മായിയപ്പന്റെ പേരല്ലേ അമ്മച്ചി? പിന്നെ ക്ലിമ്മീസ്. ക്ലിമ്മീസിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇത് ശരിയാകത്തില്ല. പിന്നെ ആരാടാ? ഇതേ നമ്മുടെ പള്ളിയുടെ നേരെ എതിരെയുള്ളത് എന്താണ്? ബാർ എബ്രായ എന്നാണ് ഉത്തരം. സാധാരണ മാമോദീസ കഴിഞ്ഞ് ബാറിലേക്കല്ലേ നേരെ കയറുന്നത്. അത് ഓർത്ത് വയ്യ. ഇങ്ങനെയൊക്കെയാ ഞങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്നത്. ബാർ എബ്രായ. ഓർത്തിരിക്കുവോ? നീ ആ പൂരിപ്പിക്കാനുള്ളതൊക്കെ ഒന്ന് ചോദിച്ചേ. എന്നാ പൂരിപ്പിക്കാനുള്ളത്: രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഡാഷ് ഇല്ല. രക്ഷയില്ല. അമ്മയ്ക്കും രക്ഷയൊന്നും ഇല്ല. ഉത്തരവാദമല്ല, വിമോചനം ഇല്ല. എന്നാലേ നീ ആദ്യം തന്നേരം നീ പഠിപ്പിച്ചൊക്കെ മതി. നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വർഷം പരീക്ഷ എഴുതാവന്നേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വർഷം തന്നെ പരീക്ഷ എഴുതണോ, അടുത്ത വർഷം പോരാ. അമ്മച്ചി അവിടെ ആശുപത്രി കിടക്കുക, 90 ആയ ആളാ. എന്തേലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച. അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നു. എന്റെ ജോർജ് കുട്ടി, പ്രഷർ കൂടി. നീ ആ പ്രഷറിന്റെ മരുന്ന് ഇങ്ങ് എടുത്തോണ്ട് വാ. ഓ, ഈ വയസ്സ് കാലത്ത് ഇവിടെങ്ങാനും ഇരിക്കാനുള്ളേന്. അയ്യോ, ഇതെന്താ ഇത്രേ മരുന്ന്? ഇതെന്താ ഇത്? ഇതേ ഇങ്ങോട്ട് കാണിച്ചേ നീ. ഇതിനകത്ത് ഈ ഒരെണ്ണം മാത്രം ഉള്ളു പ്രഷറിന്റെ മരുന്ന്. ബാക്കി എല്ലാം പരസ്യം കണ്ട് വാങ്ങിച്ചതാ. അയ്യോ, ഇതെന്താ? സന്തോഷ് ബ്രഹ്മി, ജ്യോതിഷ് ബ്രഹ്മി. ഇതെന്തിനാ ഇത്? അതെ, ബുദ്ധി ഉണ്ടാകാനുള്ളതാ. ഓ, പഞ്ചജീരക കൂടം. അയ്യോ, ഇതെന്തിനാ? അതെ, നല്ല ശക്തി ഉണ്ടാകാനാ. അതെന്നാ അവിടെ ചെന്ന് ഗുസ്തി കൂടാൻ പോവുകയാണോ? നീ എന്നെ കളിയാക്കാതെടാ. ഇതൊക്കെ കഴിച്ചോണ്ടിരുന്നാ മതി അമ്മച്ചി, നമുക്ക് അടുത്ത വർഷം പരീക്ഷ എഴുതാം. ഞാൻ പറഞ്ഞില്ലയോ നിന്നോട് എനിക്ക് ഈ വർഷം തന്നെ പരീക്ഷ എഴുതണമെന്ന്? അടുത്ത വർഷം ഒക്കത്തില്ല. കതിരെ വളം വെച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നാ പണ്ട് കാലത്തെ ആൾക്കാർ പറയാറുള്ളത്. ഇത് കച്ചിയല്ലേ, വെറും കച്ചി. എന്തിനാ മനുഷ്യ വെറുതെ കഷ്ടപ്പെടുന്നത്? എടി മോളിക്കുട്ടി, നിന്റെ അമ്മായിയമ്മയെ കച്ചിന്നൊന്നും വിളിക്കരുത്. വല്ല തുറു എന്നൊക്കെ വിളിച്ചാലും വേണ്ടില്ല. നെകളിക്കാതെ.
വീഴ്ചയ്ക്കു മുൻപേ ഉന്നത ഭാവം. സദൃശവാക്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നു. 16:18. എന്നാ കേട്ടോ, അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലുകൾ പാതാളത്തിലേക്ക് ഓടുന്നു. സദൃശവാക്യങ്ങൾ 5:5 കറക്റ്റ് ആണല്ലോ. പന്നിയുടെ മൂക്കിലെ മൂക്കുത്തി പോലാണ് അവിവേകിയായ സുന്ദരി. അയ്യോ, 18:26 അതും ശരിയാണല്ലോ. പന്നി അല്ലേ? എനിക്കും അങ്ങനെ തന്നെ ഈയിടെ തോന്നാറുണ്ട്. അപ്പൊ നിനക്ക് ഈയിടെ അങ്ങനെ തോന്നി തുടങ്ങിയില്ലയോ? ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടി ഒരു വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ വീടിന്റെ മേൽക്കൂരയിലെങ്ങാനും പോയി പാർക്കുന്ന എത്രയോ നല്ലത്. എടി, നീ പോയി വീടിന്റെ മേക്കൂരയിലോ തട്ടും പുറത്തോ എവിടെയും പോയി പാർക്കടി. അതല്ലയോ ഇപ്പൊ നിനക്ക് വേണ്ടിയത്? ഇതേത് വാക്യം? ഇത് ബൈബിളിലുള്ള വാക്യമല്ല. പിന്നെ ദയവ് ചെയ്ത് ഒരമ്മച്ചി ആശുപത്രി കിടക്കുമ്പോ ഇങ്ങനെ വേണോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. ഈ സദൃശവാക്യങ്ങൾ പറയുന്ന നേരത്തെ ആ പത്രോസിന്റെ ലേഖനം നിങ്ങൾക്ക് പഠിക്കാൻ മേലേ? നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്. എനിക്ക് പരീക്ഷയിൽ 1ാം സ്ഥാനം കിട്ടാതിരിക്കാനുള്ള പരിപാടിയാ നിന്റെ. നീ ഒരു സാത്താനെ പുറത്തു പോ. ഞാൻ ഇത് തന്നെ കേൾക്കണം. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം ഇതാണെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം. നീ എന്നെ പാവയെന്ന് വിളിച്ചോടി. ഇതാണ് യഥാർത്ഥ ഓർത്തഡോക്സ് ഭവനം. അമ്മയും മോനും മരുമകളും കയ്യസൂരി കൊടുത്തോണ്ട് സദൃശവാക്യം ഉരുവിടുന്നു. എന്തു നല്ല ഭവനം! കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആഴ്ചയിൽ ഇങ്ങനെ ആശീർവാദം മാറ്റുന്നത് എന്തിനാണ്? പുതിയ കൽപ്പന വന്നതാ. ഇതാ ഇനി മുതൽ ആശീർവാദം. ഒരു കാര്യം ചെയ്യേ, ഇവര് 2 പേരും ഇത് പഠിച്ചു. ഇനിയും വല്ല മാറ്റം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ പഠിച്ചാ പോരെ അച്ഛാ? അത് മതി. അച്ഛാ, ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛനെന്തായി രാത്രി 9:30 ആയപ്പോ ഇങ്ങോട്ട് വന്ന്? എനിക്ക് ഒരുപാട് വീട്ടിൽ കയറാനുണ്ട്. എന്താ അച്ഛാ പ്രശ്നം? ജോർജ് കുട്ടി, നാളെയല്ലേ മർത്തമറിയം സമാജത്തിന്റെ പരീക്ഷ. പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം. ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നവർക്ക് ട്രോഫിയുണ്ട്. കഴിഞ്ഞ വർഷം അത് നമ്മുടെ തോമസ് അച്ഛനാ വാങ്ങിക്കൊണ്ടുപോയത്. ഈ വർഷം അത് നമുക്ക് കിട്ടണം. ഒരാളിന്റെ കുറവ് കൊണ്ടല്ലേ കഴിഞ്ഞ വർഷം നമുക്ക് ട്രോഫി പോയത്. അതുകൊണ്ട് ജോർജ് കുട്ടി ഒന്ന് മനസ്സ് വെക്കണം. ഓ, അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ വയസ്സായ അമ്മച്ചി ആശുപത്രിയിൽ കിടന്നിട്ടും എൻ്റെ അമ്മച്ചി ഇവിടെ ഇരുന്ന് ഈ പഠിക്കുന്നത്? അതുപോലെ പിന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ മോളിക്കുട്ടിക്കല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? അതെ, മോളിക്കുട്ടി ഉള്ളതാ എൻ്റെ ഒരു സമാധാനം. അതാ എൻ്റെ ഒരു സമാധാനക്കേട്. ഒരു കാര്യം ചെയ്യാം, ഇനി അമ്മച്ചി ഫസ്റ്റ് പ്രൈസ് മേടിക്കട്ടെ. അമ്മച്ചി ഫസ്റ്റ് പ്രൈസ് മേടിക്കാനുള്ള ശ്രമത്തിലാണ്. അമ്മച്ചി തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് ഫസ്റ്റ് പ്രൈസ് തന്നെ മേടിക്കണം. അച്ഛാ, എന്നാ പിന്നെ ശരി, ചായയും കാപ്പി ഒന്നും തരാൻ സമയമില്ല. അതെ, നമ്മുടെ അമ്മച്ചി ആശുപത്രി കിടക്കുക, മോളിക്കുട്ടിയാ കൂട്ടിരിക്കുന്നത് അവിടെ. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അച്ഛനപ്പം വീട്ടിലോട്ട് പോവല്ലേ? എനിക്ക് ഇനി 7 വീട്ടിൽ കൂടെ പോകാനുണ്ട്. അച്ഛാ, എനിക്കൊരു സംശയം. ആൻറ്റി അല്ലേ നമ്മുടെ സൺഡേ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്? അതെ അച്ഛാ. ഒരു കാര്യം പറയാനുണ്ട്. ഈ കൽപ്പന വായിച്ചത് കേട്ടായിരുന്നോ? അയ്യോ, കേട്ടില്ലായിരുന്നല്ലോ അച്ഛാ. 12ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് ഇനി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്തോ ചെയ്യും അച്ഛാ? ആട്ടെ, ആൻറ്റി എത്ര വരെ പഠിച്ചു? ഓ, ഞാൻ 8ാം ക്ലാസ്സേ ഉള്ളൂ. അന്ന് അതൊക്കെ മതിയായിരുന്നു. പക്ഷെ ഇപ്പോ 12 പാസ്സായില്ലെങ്കിൽ ആൻറ്റിയുടെ കാര്യം പോക്കാം. അപ്പൊ പിന്നെ എന്തോ അച്ഛാ ഒരു പ്രതിവിധി? ആൻറ്റി 1ാം റാങ്ക് വാങ്ങാമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ തുടരാം. അല്ലെങ്കിൽ മോളിക്കുട്ടി 12ാം ക്ലാസ് പാസ്സായത്, അവൾക്ക് ഫസ്റ്റ് റാങ്കും ഉണ്ട്. മോളിക്കുട്ടിയെ ഹെഡ് മിസ്ട്രസ് ആക്കിയാലോ എന്നൊരു ചിന്ത കൂടിയുണ്ട്. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആൻറ്റി നന്നായി ഇരുന്ന് പഠിച്ച് നാളെ 1ാം റാങ്ക് വാങ്ങാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അച്ഛാ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട്. ആഹാ, സംശയം പഠിക്കുന്നവരുടെ ലക്ഷണമാ. യാക്കോബ് ലേഖനത്തിൽ നിന്നല്ലേ? ചോദിച്ചോ. ഓ അല്ല അച്ഛാ, ഇത് വേറൊരു കാര്യമാണ്.
പിന്നെ നമ്മളുണ്ടല്ലോ ഈ കോപ്പി അടിച്ചാലേ അത് കുമ്പസാരിക്കണോ അതോ ഊസോയെ പ്രാപിച്ചാൽ മതിയോ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാര്യം? അല്ല, അങ്ങനെ വല്ലതും വന്നാലേ, അല്ല നമ്മുടെ പാവങ്ങളുടെ പട്ടികയിലേ ഈ കോപ്പിയടി പറഞ്ഞിട്ടില്ലല്ലോ അച്ഛാ, അതുകൊണ്ടാ. അതെ, ഒരു കാര്യം ചെയ്യാം. ഞാനേ അത് തിരുമേനിയോട് ചോദിച്ചിട്ട് പറയാം. ആൻറ്റി ഉറക്കം വിളച്ചിരുന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് റെഡിയാകും. അപ്പൊ പിന്നെ നാളെ പരീക്ഷയ്ക്ക് കാണാം. രാത്രി മുഴുവൻ ഞാൻ പഠിത്തമായിരിക്കും. എനിക്കാന്ന് ഇനി 8 വീട്ടിൽ കൂടെ കയറാനുണ്ട്. എന്നാ അച്ഛൻ ചെന്നാട്ടെ. മലങ്കര ഓർത്തഡോക്സ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ വാർഷിക പരീക്ഷ നടക്കാൻ പോകുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും എത്രയും പെട്ടെന്ന് ഹാളിലേക്ക് പ്രവേശിക്കണം. പഠിച്ചതൊക്കെ മതി, പറഞ്ഞത് കേട്ടില്ലേ? ബുക്കെല്ലാം അവിടെ വെച്ചിട്ട് ഹാളിലേക്ക് പ്രവേശിക്കാട്ടെ. ഐ ആം വെരി സ്ട്രിക്റ്റ്, യു നോ ഇറ്റ്. എന്താ ചിന്നമ്മേ, പരീക്ഷയാന്ന് പറഞ്ഞിട്ട് കുളിക്കാനും നനയ്ക്കാനും നേരം കിട്ടിയില്ലേ? ഓ അല്ല, ഞാനിതേ ഇപ്പോഴത്തെ പിള്ളേരുടെ കണക്ക് തലമുടിയൊക്കെ മുറിച്ചിട്ടതാ. ഓ, മോഡേൺ ആയതാ അല്ലേ? മോഡേൺ ആയതാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്നോ. ആരും കോപ്പി അടിക്കാൻ പാടില്ല കേട്ടോ. ഐ ആം വെരി സ്ട്രിക്റ്റ്, യു നോ ഇറ്റ്. ജോർജ് കുട്ടി, എന്താ അച്ഛാ? പ്രശ്നമാ. 27 പേരേ ഉള്ളൂ. മറ്റേ പള്ളിയിൽ 27 പേരുണ്ട്. ഓ, സെന്റ് മേരീസ് ചർച്ച് ഇപ്രാവശ്യം നമുക്ക് പാരയായോ? എന്തോ ചെയ്യും? ഞാൻ എന്തോ ചെയ്യാനാച്ചാ? എങ്ങനേലും ജോർജ് കുട്ടി ഒരാളെ കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ജോർജ് കുട്ടി ഒന്ന് ഉത്സാഹിക്കണം. എന്താ അച്ഛാ, ഞാൻ ഇപ്പൊ ഇനി ഉത്സാഹിച്ചാലും 10-18 വർഷം കഴിയത്തില്ലേ ഒരാളെ ഒന്ന് പരീക്ഷയ്ക്ക് ഇരുത്തണേലേ? എങ്ങനേലും ജോർജ് കുട്ടി ഒന്ന് ഉത്സാഹിച്ചേ പറ്റൂ. ഞാൻ നോക്കട്ടെ അച്ഛാ. എന്നാ അച്ഛൻ വാ. കോപ്പി അടിച്ചാൽ ഞാൻ ഇറക്കി വിടും. ഐ ആം വെരി സ്ട്രിക്റ്റ്, യു നോ ഇറ്റ്. അയ്യോ, ചേരിപ്പടി ചേർക്കാനുള്ളതെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഒരു ഉത്തരം ബാക്കി കിടക്കുന്നുണ്ടല്ലോ. അതിനി എന്തോ ചെയ്യും? അത് പൂരിപ്പിക്കാൻ എടുക്കാം അല്ലയോ? അങ്ങനെ ചെയ്തോ. അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ ഒന്നും ബാക്കി വെച്ചേക്കരുതെന്ന്. ടീച്ചറെ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒരു കാൻഡിഡേറ്റും കൂടെ വരുന്നുണ്ട്. വന്നാട്ടെ. പറ്റത്തില്ല, പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. ടീച്ചറെ ഒക്കും. ഇത് സൂപ്പർ സീനിയർ റാഹേലമ്മ, 90 വയസ്സ്, എന്റെ വല്യമ്മച്ചിയ. എല്ലാം പഠിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ പേരുണ്ട്, ഒന്ന് നോക്കിക്കേ. പേപ്പർ കൊടുത്തേ. ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ ഒക്കത്തില്ല. പുരുഷന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല. അപ്പൊ അച്ഛൻ പുരുഷനല്ലേ? പുരുഷൻ വേറെ, അച്ഛൻ വേറെ. ഓ, അങ്ങനെയാണോ? മോളിക്കുട്ടി ഇങ്ങ് വന്നേ. അമ്മച്ചിക്ക് തന്നെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, ഒന്ന് സഹായിച്ചേ. ടീച്ചറെ, വെറുതെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നൊന്ന് സഹായിച്ചേ. ഈ ട്രിപ്പൊക്കെ ഒന്ന് നേരെ പിടിച്ചു കൊടുത്തേ. ഈ ബാഗ് നേരെ വെക്കണേ. അമ്മച്ചി നോക്കിയും കണ്ടും പരീക്ഷ എഴുതണേ. എല്ലാം എഴുതിക്കോണേ. ജോർജ് കുട്ടി, ഇതോടെ 28ആയി. ട്രോഫി നമുക്ക് തന്നെ. ഓ, ട്രോഫി നമുക്ക് തന്നെ കിട്ടുമല്ലേ? ഇവിടെ കിടന്ന് വലിക്കാതെ വീട്ടിലെങ്ങാനും കിടന്ന് വലിച്ചാ പോരായിരുന്നോ? എന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നേക്കുക. ഞാൻ ചൊവ്വേ പരീക്ഷ എഴുതാൻ വന്നതാ.
മർത്തമറിയം സമാജത്തിന്റെ രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി ആരാ പറ? ജനറൽ സെക്രട്ടറി ആരാ? എന്നാ മോളെ? മർത്തമറിയം സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ആരാ? അയ്യോ മോളെ, അത് ഞാനല്ല. ഞാൻ അങ്ങനെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്റെ മോളെ, ഞാൻ ചെയ്തിട്ടില്ല. മർത്തമറിയം സമാജത്തിന്റെ രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി ആരാന്ന്? മാർത്തമറിയം സമാജത്തിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാന്നോ? ഈ പൊട്ടന് ചെവിയും കേക്കത്തില്ല. ജനറൽ സെക്രട്ടറി. ഓ അച്ഛാ, ജനറൽ സെക്രട്ടറി ആരാന്ന്? ആ ഓ അച്ഛൻ പറയുന്ന ആഹായ് ആഹായ് ബാരിക്കുമോ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഡാഷില്ല. ഓ ഞാൻ ഇന്നലെ പഠിപ്പിച്ചു വിട്ടല്ലേ അച്ഛാ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഹെബ്രായ 9:22 വിമോചനമില്ല. ഓ വിമോചനമില്ല അമ്മച്ചി, വിമോചനമില്ല. ഇത് കണ്ടോ നോക്ക്. ഇത് വെച്ചാ എന്റെ അമ്മായിയമ്മ പരീക്ഷ എഴുതിയത്. ഇതാണ് ബ്ലൂടൂത്ത്. മോൻ പുന്നാര മോൻ വെളിയിൽ നിന്ന് പറഞ്ഞു കൊടുക്കും, അമ്മച്ചി ആൻസർ ചെയ്യും. പുതിയ ജനറേഷൻ കോപ്പി അടി. ചിന്നമ്മ ആള് കൊള്ളാമല്ലോ. ഇതെവിടെ വെച്ചിരുന്നു? അയ്യോ എനിക്ക് വേറെ മാർഗം ഇല്ലാഞ്ഞിട്ടാ പരീക്ഷ എഴുതാനായിട്ട്. അയ്യോ എനിക്ക് അമ്മച്ചി എന്നെ ആശിപ്പിക്കല്ലേ. ഇതുകൊണ്ടാണോ പരീക്ഷ എഴുതാൻ വന്നത്? എന്തെല്ലാം കള്ളത്തരങ്ങളാണോ നോക്കണേ. അയ്യോ എന്നാ പറ്റി അമ്മച്ചി, എന്നാ പറ്റി? ഒന്ന് പിടിക്കേ. അയ്യോ വീൽചെയറിൽ ഇരുത്തേ. ഓ ഐസിയുവിൽ ഒരു ബെഡ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ട് കിടത്താ. അച്ഛൻ നോക്കി നിൽക്കാതെ ഒന്ന് മണിയടിക്കച്ചോ പള്ളിയിൽ. വേണ്ട കാര്യങ്ങൾ ചെയ്യേ. അയ്യോ എന്നെ ഐസിയുവിൽ തന്നെ കിടത്തണം. ഒരു 2 ആഴ്ചയിലും അവിടെ കിടത്തണം. എനിക്ക് ഇനി ഇവിടെ മുഖത്ത് നോക്കാൻ വയ്യായേ. അയ്യോ ഇനി ഈ അമ്മച്ചി എന്നാ ചെയ്യും? ആള് തികഞ്ഞില്ല, ഇനി ഓട്ടോ പിടിച്ച് പോരെ.